പ്രകൃതി സൗഹൃദമാകട്ടെ ജീവിതം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഗോളതാപനത്തിൻ്റെ പുതിയ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ പ്രകൃതി സൗഹൃദമാകാം. നമുക്ക് വീട് വെക്കുമ്പോൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള ബദൽ മെറ്റീരിയലുകൾ ഉപയോഗിക്കാം. മണൽ കുറച്ചുള്ള വീട് വെക്കാം. പുറവശം സിമൻറ്റ് പൂശാതിരിക്കാം. ചില വീടുകൾക്ക് അകവശവും പൂശാത്ത വീടുകൾ വെക്കാൻ പറ്റും. പെയിൻറ്റിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം. പാറയുടെ ഉപയോഗം കുറയ്ക്കാം. തടിയുടെ ഉപയോഗം കുറയ്ക്കാം. മെറ്റലിലേക്ക് അങ്ങനെ പല രൂപത്തിൽ. പിന്നെ വീടാണെങ്കിൽ മഴവെള്ള സംഭരണി, വേസ്റ്റ് മാനേജ്മെൻറ്റ്, സോളാറ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് മെഷേഴ്സ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രകൃതി സൗഹൃദമായ വീടുകൾ വെക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ കാറും സ്കൂട്ടറും ഉണ്ടെന്ന് വിചാരിക്കുക, സ്കൂട്ടർ കൂടുതൽ എടുക്കുക. സ്കൂട്ടറും സൈക്കിളും ഉണ്ടെന്ന് വിചാരിക്കുക, സൈക്കിൾ കൂടുതൽ എടുക്കുക. അങ്ങനെ പൊതുയാത്രാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, പൊതു സംവിധാനങ്ങളിലേക്ക് മാറുക. നമ്മൾ കുറച്ച് വസ്ത്രം വാങ്ങുന്നത് വിചാരിക്കുക, വാങ്ങുമ്പോൾ ഉള്ള വസ്ത്രം കുറച്ച് പാവപ്പെട്ട ആളുകൾക്കും അനാഥാലയങ്ങൾക്കും കൊടുക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു മിതത്വം പാലിക്കുക, ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വേസ്റ്റ് വരുത്താതിരിക്കുക. അങ്ങനെ അതുപോലെ തന്നെ വീട്ടിൽ സോളാർ പാനൽ വയ്ക്കുക, സോളാർ ഊർജ്ജത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. കാറ്റിൻ്റെ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുക. ഗവൺമെൻറ്റൊക്കെ തിരമാലയിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത് എങ്ങനെ, വേസ്റ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയുടെ സൗഹൃദമായി ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പുഴകൾ നന്നാക്കുക, ഒന്നും വലിച്ചെറിയാതിരിക്കുക, നദികളും ജലസ്രോതസ്സുകളെല്ലാം മാലിന്യമുക്തമായി സൂക്ഷിക്കുക. അങ്ങനെ ഒരുപാട് രൂപത്തിൽ പ്രകൃതി സൗഹൃദമായി നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും പ്രകൃതി സൗഹൃദമായി ഒന്ന് ജീവിച്ച് നോക്കിയാൽ എത്ര മനോഹരം. ഒരു ദിവസം 1 ലിറ്റർ വെള്ളം, ശുദ്ധജലം ഒന്ന് സംരക്ഷിച്ചാൽ ലോകത്ത് 800 കോടി ആളുകളുണ്ട്. അപ്പോൾ 1600 കോടി ലിറ്റർ വെള്ളം സംരക്ഷിക്കാൻ കഴിയില്ലേ? എല്ലാവരും 1 യൂണിറ്റ് വൈദ്യുതി ലാഭിച്ചാൽ 800 കോടി യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാൻ കഴിയില്ലേ? ചിന്തിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് ഇതിൻ്റെ ഒരു വലിപ്പം. അപ്പോൾ നമ്മൾ മഴവെള്ള സംഭരണമായാലും പ്രകൃതിയുടെ സ്രോതസ്സായ ജലത്തെ സംരക്ഷിക്കുന്ന കാര്യമായാലും എല്ലാ കാര്യങ്ങളും, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കാര്യം, ഏത് വിഷയമെടുത്താലും പ്രകൃതി സൗഹൃദമായാൽ മനോഹരമാണ് പ്രകൃതിക്കും നമുക്കും.